അപ്പോൾ ഇന്ന് ഞങ്ങൾ കണ്ണൂർക്ക് പോവാം കേട്ടോ. ഒരു മാസമായിട്ടോ ഇങ്ങോട്ട് വന്നിട്ട്. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഇടുക്കിയിൽ നിന്ന് കണ്ണൂർ വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ രാവിലെ ഒരു 7:30 ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടോ. അമ്മ ഭയങ്കര സങ്കടത്തിലാണ്, അതിനിടയ്ക്ക് കരയുകയൊക്കെ ചെയ്തു. അതൊന്നും വീഡിയോ പിടിച്ചിട്ടില്ല കേട്ടോ. അങ്ങനെ എനിക്കും ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ. എന്താണെന്ന് അറിയില്ല, അല്ലാത്തപ്പോൾ ഒന്നും ഇത്രയും സങ്കടം തോന്നാറില്ല. ഈ പ്രാവശ്യം വന്നപ്പോൾ കുറച്ച് അധികം ദിവസം നിന്നു, അതുകൊണ്ടാണെന്ന് തോന്നുന്നു കേട്ടോ. അങ്ങനെ അച്ചായി ഞങ്ങളെ വണ്ടിക്ക് ആൾക്കല്ല് വരെ കൊണ്ടുപോയി കേട്ടോ. 7:30 ബസ്സിനാണ് പോകുന്നത്. ഞങ്ങൾ ഇങ്ങോട്ട് കണ്ണൂരിൽ നിന്ന് വന്നത് സ്കൂട്ടിക്കായിരുന്നു കേട്ടോ. അങ്ങോട്ട് പോകുമ്പോൾ സ്കൂട്ടി എടുക്കുന്നില്ലേ, മഴയൊക്കെ അല്ലേ, അപ്പോൾ സ്കൂട്ടി ഇവിടെ വെച്ചിട്ടാണ് പോകുന്നത്. അങ്ങനെ ഇതാ 7:30 ബസ് വരുന്നുണ്ട്. അച്ചായി ഞങ്ങളെ ഇവിടെ കൊണ്ടുപോയി വിട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ പോവാം കേട്ടോ കണ്ണൂരേക്ക്. ഇനിയിപ്പോൾ കുറച്ച് നാളൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുവുള്ളേ. അങ്ങനെ നമ്മുടെ ബസ്സൊക്കെ വന്നു, നമ്മൾ ബസ്സേ കയറിയിട്ടോ. ഇന്നലെ ഇവിടെ ആന ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ ആന ഇറങ്ങുമെന്നൊരു പേടിയുണ്ടെന്ന്. പക്ഷേ ആന വന്നു കേട്ടോ. ആരെയൊന്നും ചെയ്തിട്ടൊന്നുമില്ല, വന്ന് ചക്കയൊക്കെ തിന്നിട്ട് പോവുകയാണ് ചെയ്തത്. പക്ഷേ എന്നാലും പേടിയുണ്ട് രാത്രിക്കൊക്കെ. ഞങ്ങളങ്ങനെ തൊടുപുഴ KSRTC ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി ഞങ്ങൾക്ക് എറണാകുളം ബസ്സാണ് ഇവിടുന്ന് കയറേണ്ടത്. എറണാകുളത്ത് ചെന്നിട്ടാട്ടോ ട്രെയിന് പോകുന്നത്. ഇവിടെ വന്നപ്പോൾ ഒരു സൂപ്പർ ഫാസ്റ്റ് കിടപ്പുണ്ടായിരുന്നേ, പക്ഷേ അതിന് കയറാൻ നോക്കിയപ്പോൾ നല്ല തിരക്കായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ അതിന് കയറിയിട്ടില്ല. 10:55 ട്രെയിൻ ഉണ്ട്, അത് കിട്ടിയാൽ അതിന് പോകാം, ഇല്ലെങ്കിൽ 12:45 ട്രെയിൻ ഉണ്ട് കേട്ടോ. അങ്ങനെ ബസ്സൊക്കെ വന്നു, ഞങ്ങൾ ബസ്സിൽ കയറിയപ്പോൾ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. കുറച്ചങ്ങോട്ട് ചെന്നപ്പം നല്ല തിരക്കായി കേട്ടോ. രാവിലെയല്ലേ, എറണാകുളം ബസ്സുമല്ലേ, ജോലിക്കൊക്കെ പോകുന്നവർ ഒരുപാട് പേരുണ്ടാവും കേട്ടോ. അങ്ങനെ ബസ്സിലൊക്കെ കയറി ഞങ്ങൾ ടിക്കറ്റ് എടുത്തു. തൊടുപുഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലൂടെയാണ് കേട്ടോ സ്റ്റേറ്റ് ബസ്സും പോകുന്നത്. ഇവിടെ ഒന്ന് കയറിയിട്ടേ പോകുകയുള്ളേ. അങ്ങനെ ഞങ്ങൾ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ എത്തിയപ്പം നമ്മൾ മലയഞ്ചിയിൽ നിന്ന് വന്ന ജീസസ് ബസ് ഇവിടെ കിടപ്പുണ്ട് കേട്ടോ. ഞങ്ങൾ ഇതിനാണ് അവിടെ നിന്ന് വന്നത്. അങ്ങനെ ബസ്സിലൊക്കെ കയറി ഞങ്ങൾ പോവുക കേട്ടോ. അപ്പം ഇനി കുറച്ച് നാൾ കഴിഞ്ഞിട്ട് കാണാം. അങ്ങനെ ഞങ്ങൾ തൊടുപുഴയോടൊക്കെ യാത്ര പറഞ്ഞിട്ട് പോവുകയാണേ. ഇവിടുന്ന് പോകുമ്പോൾ എന്താ ഒരു വിഷമം കേട്ടോ. ഞങ്ങളൊരു 11 മണിയൊക്കെ ആയപ്പോഴാട്ടോ എറണാകുളത്ത് എത്തിയത്. വരുന്ന വഴിക്ക് കുറച്ച് ബ്ലോക്കൊക്കെ ഉണ്ടായിരുന്നേ, അതുകൊണ്ട് ഞങ്ങൾക്ക് 10:45 ട്രെയിന് കിട്ടിയില്ല കേട്ടോ. ട്രെയിൻ കുറച്ച് ലേറ്റായിരുന്നു, പക്ഷേ എന്നാലും ഞങ്ങൾക്ക് ആ സമയത്ത് അവിടെ എത്താനായില്ല കേട്ടോ. അങ്ങനെ ഇതാണ് എറണാകുളത്ത് സ്റ്റേറ്റ് ബസ്സിൻ്റെ സ്റ്റാൻഡ്, അതായത് KSRTC സ്റ്റാൻഡ് കേട്ടോ. അങ്ങനെ ഞങ്ങളിവിടെ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. അവിടെ വന്നപ്പം നമ്മൾ കണ്ട ആ സൂപ്പർ ഫാസ്റ്റ് അവിടെ കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഇനി നേരെ ഓട്ടോ വിളിച്ചിട്ട് വേണം പോകാൻ. അപ്പോൾ അതിലൂടെ ഒരു ട്രെയിൻ പോകുന്നുണ്ട്. ഇനി ഇവിടുന്ന് ഓട്ടോ കൂട്ടിയിട്ട് വേണം കേട്ടോ നമുക്ക് എറണാകുളം ജംഗ്ഷനിൽ പോയിട്ട് ട്രെയിൻ കയറാൻ വേണ്ടിയിട്ട് റെയിൽവേ സ്റ്റേഷനിൽ. അങ്ങനെ ഇവിടുന്ന് കൗണ്ടറിൽ നിന്ന് നമ്മൾ ടിക്കറ്റൊക്കെ എടുക്കണം കേട്ടോ, എന്നാലേ ഓട്ടോയ്ക്ക് പോകാൻ കഴിയുള്ളേ. അങ്ങനെ ഞങ്ങളൊരു ഓട്ടോയൊക്കെ ആക്കി ഇനി നേരെ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവുക കേട്ടോ. അപ്പോൾ ഇവിടെ വരെ 50 രൂപയാണ് ഓട്ടോ ചാർജ്. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നിട്ട് ചേട്ടായി ടിക്കറ്റൊക്കെ എടുക്കുന്നുണ്ട്. ഇവിടെ വന്നപ്പോൾ മറ്റേ ട്രെയിൻ പോയായിരുന്നു 10:45. ഇനിയിപ്പോൾ 12:30 ട്രെയിന്. അതുവരെ ഇവിടെ ഇരിക്കണം കേട്ടോ. ഞങ്ങൾ സ്റ്റേഷനിൽ ചെന്നപ്പോൾ നല്ല തിരക്കായിരുന്നേ. എൻ്റെ അമ്മേ, ഞാനോർത്തു ഇനി ട്രെയിനും പോകാൻ കഴിയില്ലേന്ന്, കാരണം നല്ല തിരക്ക്. ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോൾ കൈയും വീശിയാണ് പോയത്, പക്ഷേ തിരിച്ച് വന്നപ്പോൾ കൈയും ബാഗും എല്ലാം ഫുള്ളാണ്. അതുകൊണ്ട് ഇനിയിപ്പോൾ ലോറി വിളിച്ച് പോകേണ്ടി വരുമെന്ന് തോന്നുന്നു. അങ്ങനെ ഞങ്ങൾ കുറേ നേരം റെയിൽവേ സ്റ്റേഷനിലൊക്കെ ഇരുന്നു കേട്ടോ. അങ്ങനെ ഇരുന്ന് മടുത്ത് കഴിഞ്ഞപ്പോൾ ട്രെയിൻ വന്നിട്ടുണ്ട്. നമുക്ക് നല്ല തിരക്കല്ലേ, പക്ഷേ എന്നാലും ഞങ്ങൾക്ക് കയറിയ പാടെ ഇരിക്കാൻ സീറ്റ് കിട്ടി കേട്ടോ. നമ്മൾ ട്രെയിന് വരുമ്പോൾ കാണുന്ന കാഴ്ചയാട്ടോ ഇത്. നമ്മുടെ നെടുമ്പാശ്ശേരി എയർപോർട്ടാണേ, വരുന്ന വഴിക്ക് കാണാം കേട്ടോ. അങ്ങനെ ഞാൻ ചേട്ടായി അറിയാതെ ചേട്ടായിയുടെ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു. ചേട്ടായി എന്തൊക്കെയോ മേലോട്ട് നോക്കുന്നുണ്ട്. ഇനി ട്രെയിനിൻ്റെ എന്തെങ്കിലും പൊളിച്ചെടുക്കാൻ പ്ലാനുണ്ടോ? എന്തെങ്കിലും ആട്ടെ. അങ്ങനെ ഞങ്ങൾ ട്രെയിനൊക്കെ പോവുകയാണേ. ഞാൻ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു. ഇത് നമ്മുടെ ഭാരതപ്പുഴയാട്ടോ. അങ്ങനെ ഞങ്ങൾ കോഴിക്കോടൊക്കെ എത്തിയപ്പോൾ ദാണ്ട് കിടക്കുന്നത് നല്ല മഴ. അങ്ങനെ കുറച്ച് നേരം മഴ പെയ്യണ വീഡിയോ എടുത്തു. നല്ല രസമല്ലേ ട്രെയിന് പോകുമ്പോൾ ഇങ്ങനെ മഴ പെയ്യുമ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതാ ഞങ്ങൾ കോഴിക്കോട് എത്തിയിട്ടുണ്ട്. ഇതാട്ടോ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ. എന്ത് രസമല്ലേ ഈ ട്രെയിനിങ്ങനെ പോകുന്ന കാണാൻ. കറക്റ്റ് 6 മണിയായപ്പോൾ ഞങ്ങൾ കണ്ണൂർ എത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കണ്ണൂർ വന്ന് ലാൻഡ് ചെയ്തു. ഇതാട്ടോ കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ. ഇവിടെ വന്നപ്പോൾ നല്ല തിരക്കാണ്. ഇത് ഇറങ്ങിയവരും പിന്നെ കയറാനുള്ളവരൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ നല്ല തിരക്കാണ്. ഇതാണ് നമ്മൾ വന്ന ട്രെയിന്. അങ്ങനെ വന്ന ട്രെയിനും പോയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ പുറത്തിറങ്ങണം കേട്ടോ. പുറത്തിറങ്ങിയ പടി ഒന്നും നോക്കാനില്ല. എനിക്ക് നല്ല വിശക്കുന്നുണ്ട്, ഇനി എന്തെങ്കിലും കഴിക്കണം. എനിക്ക് മാത്രമല്ല ചേട്ടായിക്ക് നല്ല വിശപ്പുണ്ടെന്നാട്ടോ പറഞ്ഞേ. രാവിലെ ഞങ്ങൾ വീട്ടിൽ നിന്ന് കാപ്പി കുടിച്ചിട്ടാണ് പോകുന്നത്, പിന്നെ ചോറൊന്നും കഴിച്ചിട്ടില്ലല്ലോ. ട്രെയിനിൽ കയറിയിട്ട് ചേട്ടായിക്ക് ചായയൊക്കെ കുടിച്ചായിരുന്നേ. എന്നാലും
നല്ല വിശപ്പുണ്ട് കേട്ടോ. അങ്ങനെ ഇവിടുന്ന് ഓട്ടോ കൂട്ടി ഞങ്ങൾ നേരെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലോട്ട് പോയി കേട്ടോ, കണ്ണൂർ. അങ്ങനെ ബസ് സ്റ്റാൻഡിൽ എത്തിയപ്പോൾ അവിടെ ബസ്സൊക്കെ കിടക്കുന്നുണ്ട്. എന്നാലും കഴിച്ചിട്ട് പോകാമെന്ന് ഓർത്തു കേട്ടോ. അങ്ങനെ അവിടെ സ്റ്റാൻഡിൽ തന്നെ കണ്ടൊരു ഹോട്ടലിൽ കയറി ബിരിയാണിയാണേ കഴിച്ചത്. ചോറൊന്നും ഇപ്പോൾ സമയമായപ്പോൾ കിട്ടില്ലല്ലോ, സമയം 6 മണിയൊക്കെ കഴിഞ്ഞില്ലേ, അതുകൊണ്ട് ഞങ്ങളൊരു ബിരിയാണിയാണ് കഴിച്ചത്. അപ്പോൾ കഴിച്ചൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ടുണ്ട് കേട്ടോ. ബസ് അവിടെ കിടപ്പുണ്ട്. ഹരിശ്രീ ബസ്സിനാട്ടോ കയറിയത്. ബസ്സിൽ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. എനിക്ക് കണ്ണൂരിൽ ഉള്ള ബസ്സൊക്കെ കയറുമ്പോൾ വേഗം ഛർദ്ദിക്കാൻ വരുവേ, കാരണം നമ്മുടെ അവിടെയൊന്നും ഇങ്ങനത്തെ ബസ്സല്ലല്ലോ, അതുകൊണ്ടായിരിക്കും കേട്ടോ. അങ്ങനെ ഞങ്ങൾ കണ്ണൂരിൽ നിന്നും പോവുകയാണ്. ബസ് എടുത്തിട്ടുണ്ട്. ഇനി ഇതാ മട്ടന്നൂർ എത്തിക്കഴിഞ്ഞപ്പോൾ നല്ല മഴയാണ് കേട്ടോ. ഞങ്ങളാണെങ്കിൽ കൊടിയൊന്നും എടുത്തിട്ടില്ല. സാരമില്ല, അവിടെ ചെല്ലുമ്പോഴത്തേക്കും ചിലപ്പോൾ മഴ കുറയുമായിരിക്കും അല്ലേ. അങ്ങനെ ഞങ്ങൾ നേരെ ഇനി ഇരിട്ടിയിലോട്ടാണ്. ഇരിട്ടി ചെല്ലുമ്പം ദിലീപേട്ടനോട് കൂട്ടാൻ വരാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് കുഴപ്പമില്ല. അവിടെ നിന്ന് ഇനി ഓട്ടോ ഒക്കെ വിളിച്ച് പോകണ്ടേ. ഇരിട്ടിയിൽ നിന്ന് ഇപ്പോൾ ഉച്ചയാടിക്കുള്ള ബസ്സൊന്നും ഉണ്ടാവില്ലല്ലോ, രാത്രിയായില്ലേ, ഒരു 8-8:30 ആയിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ ദിലീപേട്ടനോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. ദിലീപേട്ടൻ കൂട്ടാൻ വരും കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇരിട്ടി ടൗണിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ നല്ല മഴയായിരുന്നു തോന്നുന്നേ. റോഡൊക്കെ നല്ല പോലെ നനഞ്ഞ് കിടക്കുന്നുണ്ട് കേട്ടോ. നമ്മളങ്ങനെ ബസ്സിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. നല്ല മഴയായിരുന്നു എന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ ദിലീപേട്ടൻ കുറച്ച് വൈകിട്ട് വരാൻ, അതുകൊണ്ട് ഞങ്ങൾ പോയി ചായയൊക്കെ കുടിച്ച് അവിടെ തട്ടുകടയിൽ നിന്ന്. അങ്ങനെ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പോഴത്തേനും ദിലീപേട്ടൻ വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരെ പോയി വണ്ടിയിൽ കയറി ഇനി നേരെ വീട്ടിലേക്കാട്ടോ. 1 മാസത്തിന് ശേഷം നമ്മൾ വീണ്ടും ഉളിക്കൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ചേട്ടായി അവിടെ ഇരുന്നിട്ട് ദിലീപേട്ടനോട് വർത്തമാനം പറയുന്നുണ്ട്. അതിനിടയ്ക്ക് ഞാൻ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ 1 മാസത്തിന് ശേഷം ഞങ്ങൾ നുച്ചിയാട് തിരിച്ചെത്തി കേട്ടോ. ഇത് നമ്മുടെ നിഷേച്ചിൻ്റെ ദിലീപേട്ടനും കടയാണ്. നിഷേച്ചി അവിടെ വന്നിട്ട് വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ. ഇതാട്ടോ നമ്മുടെ നിഷേച്ചി. ഞാൻ വരുന്ന വീഡിയോ എടുക്കുന്നതാണ്. ഗ്രൂപ്പിലിടാനുള്ള എന്തോ പരിപാടിയാണ്. കുറച്ച് നേരം നിഷേച്ചോടും വർത്താനം പറഞ്ഞിട്ട് നേരെ വീട്ടിലോട്ട് പോയിട്ടോ. ദിലീപേട്ടൻ അപ്പുറം വരെ ആക്കി തന്നിട്ടുണ്ട്. അന്നേരത്തേനും ഞങ്ങൾ അമ്മേനെ വിളിച്ചായിരുന്നു കേട്ടോ, ലൈറ്റും കൊണ്ട് ഇറങ്ങി വരാൻ പറഞ്ഞിട്ട്. അപ്പോൾ അമ്മ വരുന്നുണ്ട്. അമ്മ വിളിച്ച പാടെ ഇറങ്ങി വന്നു കേട്ടോ. അങ്ങനെ ലൈറ്റൊക്കെ ആയിട്ട് അമ്മ വന്നിട്ടുണ്ട്. ഇപ്പം സമയം ഒരു 9 മണിയൊക്കെ ആയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ കണ്ണൂർ വീട്ടിലെത്തിയിട്ടോ. അപ്പോൾ ഇടുക്കി വീടൊക്കെ നല്ലോണം ഞങ്ങൾ മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓക്കെ, ബൈ.